ബംഗാൾ അതിവിപുലമായ പാരമ്പര്യത്തിന്റെ പെരുമ പേറുന്ന പ്രദേശം. വിഭിന്നമായ സാംസ്കാരിക ശീലങ്ങളും നാഗരിക വൃത്തങ്ങളും ഒരുമയുടെ പര്യായങ്ങളായി ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബംഗാളിന്റെ ചരിത്രത്തിൽ. ചരിത്രത്തിന്റെ ഇടനാഴിയിൽ വീണുടഞ്ഞ പളുങ്കുപാത്രമാണ് ബംഗാൾ. കൊളോണിയൽ ആധിപത്യം ആഴത്തിൽ വേരുപിടിച്ച ജനതയുടെ ആകുലതകളെ പിഴുതെറിയാൻ മനക്കരുത്ത് കാണിച്ച ബംഗാൾ ജനതയുടെ കഴുത്തിൽ വിഭജനത്തിന്റെ കത്തി വീണപ്പോൾ നഷ്ടപ്പെട്ടത് ഒരു നാടിന്റെ ഈടുവെപ്പ് കൂടിയാണ്. എല്ലാം നഷ്ടമായ ജനതയുടെ പ്രതീകമാണ് ബംഗാൾ മുസ്ലിങ്ങൾ. പ്രൗഢമായ നിർമ്മിതികൾക്ക് പകരം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയിരിക്കുകയാണ് ഈ ജനത. അക്ഷരം അരങ്ങൊഴിഞ്ഞ ജനതയുടെ ധൈഷണിക മണ്ഡലത്തിലേക്ക് ജ്ഞാനത്തിന്റെ വെളിച്ചം കടത്തിവിടുകയായിരുന്നു കാന്തപുരം എന്ന മഹാപ്രതിഭ. 2009 കേരളത്തിൽ നിന്നും മർക്കസ് സ്ഥാപനത്തിലെ പ്രധാനമായ മദീനത്തുന്നൂറിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ സുഹൈറുദ്ദീൻ നൂറാനിയെയും സംഘത്തിനെയും ബംഗാളിന്റെ മണ്ണിലേക്ക് ഉസ്താദ് അയക്കുന്നത്. പതിറ്റാണ്ടുകളായി വിഭജനത്തിന്റെ മുറിവിന്റെ വേദന കടിച്ചു നിന്ന മനുഷ്യരുടെ ഇടയിൽ നിന്നും അന്നവും അക്ഷരവും അന്യമായി കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വലിയ പൈതൃകത്തിന്റെ പിന്മുറക്കാർ മുഖ്യധാരയുടെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അവരുടെ മൗലികമായ ധർമ്മത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുകയായിരുന്നു ഈ കൂട്ടർ. ത്വയ്ബ ഗാർഡൻ 2012 മർക്കസിന്റെ ആശീർവാദത്തോടെ രൂപീകൃതമായ സംഘടനയുടെ യുവ കൂട്ടായ്മ ഇന്ന് ബംഗാൾ ജനതയുടെ വലിയ പ്രതീക്ഷയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ബംഗാൾ, ആസാം, ബീഹാർ, മണിപ്പൂർ, ത്രിപുര, ഒഡീസ, ജാർഖണ്ഡ് തുടങ്ങിയ 7 സംസ്ഥാനങ്ങളിലായി 800-ലധികം മസ്ജിദുകൾ, മദ്രസകൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, അനാഥ അഗതി സംരക്ഷണ പദ്ധതികൾ, 8000-ലധികം കിണർ നിർമ്മാണം, വീട് നഷ്ടപ്പെട്ടവർക്ക് സ്വപ്നക്കൂടൊരുക്കി ത്വയ്ബ ഗാർഡൻ നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിന്റെ പര്യായങ്ങളാവുകയാണ്. ഇവിടെ പ്രതീക്ഷയുടെ നാമ്പുകളുണ്ട്, സ്നേഹത്തിന്റെ നരവുമുണ്ട്. കോളേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസ് കേരളത്തിലെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തെ ഒട്ടും പരിചയമില്ലാത്ത, പള്ളിക്കൂടത്തിന്റെ പടി കാണാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികളെ മതവിജ്ഞാനം പരിമിതമായ ഇടങ്ങളിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്നതിൽ നിന്നും വിശാലമായ കാഴ്ചപ്പാടും ചിന്താശീലവും സാമൂഹ്യ ബോധവും വളർത്താനുതകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ത്വയ്ബയുടെ ആദ്യ സ്ഥാപനമായ കോളേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസിന്റെ തുടക്കം ബംഗാൾ മുസ്ലിങ്ങൾക്ക് പുതിയ തിരിച്ചറിവുകളാണ് നൽകിയത്. ബംഗാൾ, ബീഹാർ എന്നീ 2 സംസ്ഥാനങ്ങളിലെ 3 ക്യാമ്പസുകളിലായി 200ഓളം വിദ്യാർത്ഥികൾ മതപഠനത്തോടൊപ്പം നിയമപഠനമടക്കം വിവിധങ്ങളായ സർവകലാശാലകളിൽ നിന്ന് ബിരുദവും നേടി ത്വയ്ബയുടെ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്നു. ത്വയ്ബ മോഡൽ സ്കൂൾ. ത്വയ്ബ മോഡൽ സ്കൂൾ നിരാലംബരായ കുട്ടികളുടെ അഭയകേന്ദ്രമാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വീടുകളിലേക്ക് സഹായമെത്തിച്ചു കൊടുക്കുന്ന മർക്കസിന്റെ ഹോം കെയർ പദ്ധതിക്കു പുറമെ അനാഥരും അഗതികളുമായ ഒരു നേരത്തെ അന്നത്തിന് പോലും യാചിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തു പഠിപ്പിക്കുന്ന മഹനീയ സ്ഥാപനം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്ത ക്യാമ്പസുകൾ ഒരുക്കി 300-ലധികം വരുന്ന ആ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അനാഥത്വത്തിന്റെ ശങ്കകളില്ല, കഠിനമായ വിശപ്പിന്റെ വിളിയാളവുമില്ല. പകരം അവരിപ്പോൾ സ്നേഹമായ തലോടലുകൾക്ക് ചുവടെ വിജ്ഞാനത്തിന്റെ പറുദീസയിൽ പാറി നടക്കുകയാണ്, ഒരു നാടിന്റെ തന്നെ വലിയ പ്രതീക്ഷയുള്ള പുഷ്പങ്ങളായി. ത്വയ്ബ മോഡൽ അക്കാദമി ഷാംസി. വിവിധ സംസ്ഥാനങ്ങളിലെ വീടും കുടിയുമില്ലാത്ത കുറെ മനുഷ്യർ വെസ്റ്റ് ബംഗാളിലെ ഷാംസിയിലേക്ക് കുടിയേറി. 130 കുടുംബങ്ങൾക്ക് അറിയാവുന്ന ഏക തൊഴിൽ പാമ്പിനെ കളിപ്പിക്കലാണ്, പിന്നെ ഇത്തിരി മാജിക്കുകളും. അങ്ങനെയാണ് ഷാംസിയിൽ പുതിയ ഗ്രാമം രൂപപ്പെടുന്നത്, പാമ്പാട്ടികളുടെ ഗ്രാമം. പാമ്പുകളുമായി അതിരാവിലെ അവർ തെരുവിലേക്കിറങ്ങും. കൂട്ടിന് കുട്ടികളെയും കൂട്ടും. വീടുകൾ കേന്ദ്രീകരിച്ച് പാമ്പിനെ കളിപ്പിക്കും. കിട്ടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് പശിയടക്കും. രാവിലെ തുടങ്ങുന്ന ആ പാമ്പു ജീവിതം രാത്രിയോടെ ഷാംസിയിലെ ഒരു ചെറ്റക്കുടിലിൽ അവസാനിക്കും. വിശപ്പിനോട് മല്ലിടുന്നവർക്ക് വിദ്യാഭ്യാസം അധികപ്പറ്റാണ്. കുട്ടികൾ പാമ്പുകളെ കളിപ്പിച്ചാണ് വളരുന്നത്. വിദ്യാഭ്യാസത്തിൽ നിന്നും അകറ്റപ്പെട്ട് ഒരു തലമുറ വളരുന്നതിലും ഭീകരമായ അവസ്ഥയുണ്ടോ? ഈ ദയനീയ സാഹചര്യം നേരിൽ കണ്ട ത്വയ്ബ അവരെ ചേർത്തു പിടിച്ചു. അങ്ങനെയാണ് 2018
ഷാംസിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ത്വയ്ബ തുടക്കം കുറിക്കുന്നത്. ക്രമേണ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങളുണ്ടായി. കുട്ടികളെ സ്കൂളിൽ ഏൽപ്പിച്ച് രക്ഷിതാക്കൾ പാമ്പുകളുമായി തെരുവിലേക്കിറങ്ങി. നിലവിൽ 155 കുട്ടികളാണ് സ്ഥാപനത്തിൽ പഠനം നടത്തുന്നത്. തുടർ പഠനത്തിന് ത്വയ്ബ ഗാർഡൻ സെൻട്രൽ ക്യാമ്പസിൽ സംവിധാനമൊരുക്കി. പുതിയ സ്വപ്നങ്ങളിലേക്ക് അവർ പതിയെ നടന്നു തുടങ്ങി. ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രാമങ്ങളെ തേടിയുള്ള ത്വയ്ബയുടെ യാത്രയുടെ ഫലമായി ഇന്ന് ഉത്തർ ദിനജപൂർ ജില്ലയിലെ കോണാർ, ചക്കോലിയ എന്നീ 2 ഗ്രാമങ്ങളിൽ കൂടി പുതിയ മോഡൽ അക്കാഡമി ഉയർന്നു വന്നിരിക്കുന്നു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ. ഗ്രാമങ്ങളിൽ അധിവസിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ മികച്ച സാങ്കേതിക മികവ് കൈവരിക്കാൻ കഴിയാത്ത, വളർച്ച മുരടിച്ചു പോകുന്ന തലമുറയെ ഉണർത്തുന്നതിനായാണ് ത്വയ്ബ ഇംഗ്ലീഷ് സ്കൂളുകൾ നിലവിൽ വരുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പുറമെ ചരിത്രം, ശാസ്ത്രം, കല, മതപഠനം തുടങ്ങിയ വിഷയങ്ങളിൽ വ്യുൽപ്പത്തി കരഗതമാക്കാൻ ത്വയ്ബയുടെ ഈ സംരംഭം പര്യാപ്തമാണ്. ബംഗാളിലെ മാജി കണ്ഠയിലും, മൈദിനാപൂർ ജില്ലയിലെ അന്തലയിലും, ഒഡീഷയിലെ കട്ടക്കിലും, ജാർഖണ്ഡിലെ സാംഡിയിലും, ബീഹാറിലെ ബിസ്ഫിയിലും സമാനമായ സ്ഥാപനങ്ങൾ ത്വയ്ബയുടെ കീഴിൽ നടക്കുന്നുണ്ട്. ത്വയ്ബ സ്കൂൾ ഓഫ് ഖുർആൻ. ആധുനിക വിദ്യാഭ്യാസത്തോടൊപ്പം ഖുർആനിക പഠനം ഒരിക്കലും സാധ്യമല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക് സ്കൂൾ ഓഫ് ഖുർആൻ എന്ന ആശയം ആദ്യമായി ത്വയ്ബ കൊണ്ടുവരുന്നത് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണ്. നിലവിൽ 44 വിദ്യാർത്ഥികൾ സ്കൂൾ പഠനത്തോടൊപ്പം ഖുർആൻ ഹൃദ്യസ്ഥമാക്കുന്നു. സംസ്ഥാന തലങ്ങളിൽ നടന്ന ഖുർആൻ പാരായണ മത്സരത്തിൽ 1ാം സ്ഥാനവും നാഷണൽ SSF തർത്തീൽ മത്സരത്തിൽ 3ാം സ്ഥാനവും നേടാൻ ഈ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിയത് ത്വയ്ബയാണ്. ത്വയ്ബ മോറൽ അക്കാഡമി. പേരുകൊണ്ട് മാത്രം മുസ്ലിങ്ങളായി ജീവിക്കുന്ന ബംഗാളിലെ മുസ്ലിമീങ്ങളിൽ ഭൂരിഭാഗവും പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പ്രായഭേദമന്യേ ഇപ്പോഴും നിരക്ഷരരാണ്. അള്ളാഹ് എന്നുച്ചരിക്കാൻ പോലും അറിയാത്ത, നമ്മുടെ നബി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ അടഞ്ഞുകിടക്കുന്ന മനസ്സിനെ അറിവനുഭവത്തിന്റെ വെളിച്ചത്തിലേക്ക് തുറന്നു കൊണ്ടുവരാനുള്ള ഒരു എളിയ ശ്രമമാണ് ത്വയ്ബ മോറൽ അക്കാഡമി. ഇസ്ലാമിക് വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങൾ ബംഗ്ലാ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് 600ഓളം ഗ്രാമങ്ങളിൽ 25,000-ൽ പരം വിദ്യാർത്ഥികൾക്ക് മദ്രസ പഠനം നൽകി വരുന്നു. ഉസ്താദുമാർക്ക് കൃത്യമായ ട്രെയിനിങ്ങുകൾ നൽകി ചിട്ടയായ സിലബസോടുകൂടി കുട്ടികൾക്ക് മതവിജ്ഞാനം നൽകി തുടങ്ങിയപ്പോൾ വലിയൊരു മാറ്റത്തിന്റെ പ്രതിധ്വനി ബംഗാളിന്റെ ഗ്രാമാന്തരങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നു. സദാ ജാഗരൂകരായി അവർ ഒരു വലിയ സംസ്കാരത്തെ പുനർനിർമ്മിക്കുമ്പോൾ നമുക്കും അതിന്റെ അരികു പറ്റണ്ടേ? തീർച്ചയായും ഉദാരമതികളായ നിങ്ങളിൽ തന്നെയാണ് ബംഗാൾ ത്വയ്ബയുടെ പ്രതീക്ഷ.